ഈ കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിന് ഒരു പ്രൈവസി എന്നുള്ള രീതിയിലാണ് സെക്കൻഡറി സിറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ ഈ സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ. ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ 2 റോഡുകൾ അതിന്റെ ഒരു കോണ് ഒരു സൈഡിൽ നിന്ന് എൻട്രി ആക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കോമ്പിനേഷനിൽ ഏറ്റവും ആപ്റ്റ് ആകുന്ന ഒരു സോഫ അവിടെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഹൈറ്റിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു വേവിന്റെ പോലെ ഒരു സ്പെഷ്യൽ ഡിസൈൻ അവിടെ കാണുന്നു. ഇത് ഇത്രയും വലിയൊരു ഹാൾ ഈ ഒരു ചെറിയ വീടിന് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. 9 സെന്റിലുള്ള ഒരു വീടാ അല്ലെ? അതിൽ ഇത്രയും ഓപ്പൺ സ്പേസ്. എല്ലാവരും അട്രാക്ഷൻ വരുന്നത് അല്ല, എല്ലാവരും ഒരു വ്യൂ വരുന്നത് ഈ ഒരു കൗണ്ടറിലേക്ക് ആവുമെന്ന് തോന്നുന്നു. ഇത് പോയിന്റ് ഓഫ് അട്രാക്ഷൻ ഈ സെന്റർ ഹാളാണ്. ഡൈനിങ്ങിലാണ് ഈ കാര്യങ്ങളും ഒത്തിരിക്കുന്നത്. ഡൈനിങ്ങിന്റെ സിംഗിൾ സൈഡ് നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു പാഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇവരെ ഏറ്റവും എന്താ പറയാ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടുകളിൽ ഒന്നാണ്. ക്ലയന്റിനും എനിക്കും ഡിസൈൻ ചെയ്യുന്ന സമയത്തെ. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു സിമ്പിൾ സ്കീം, നല്ലൊരു മൂഡ് സ്കീം എന്ന് പറയാം അല്ലെ? കിഡ്സ് റൂം ആയിട്ട് ഡിസൈൻ ചെയ്തു ആയതുകൊണ്ട് തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്താ ബ്യൂട്ടി, എന്താണ് സിമ്പിൾ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഹായ് ഫ്രണ്ട്സ്, സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ടിൽ അടിപൊളി വീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. വെറും 9 സെന്റിൽ മനോഹരമായിട്ട് വീട് നിർമ്മിച്ച് അതിനകത്ത് എക്സ്റ്റീരിയറും ഇന്റീരിയറും ഉൾപ്പെടെ ഭംഗിയായിട്ട് ചെയ്തൊരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആർക്കിടെക്ട് ദിൽഷാദ് ആണ് കൂടെ ഉള്ളത്. ദിൽഷാദ് ഹായ്. അടിപൊളിയായിട്ടുള്ള വീട് എന്ന് പറഞ്ഞാൽ 9 സെന്റിൽ, അതും 2 സൈഡിൽ റോഡ് വരികയാണ്, കോണായിട്ട് ഫ്രണ്ട് ആണ്, ഒരുപാട് കോംപ്ലിക്കേഷൻ ആണ്. ഇതിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഇത്ര വിശാലമായിട്ടുള്ള ഇന്റീരിയർ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്റീരിയറിൽ ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്ന അഫോൺ കോൺസെപ്റ്റ്സിനാണ്. അപ്പോൾ അവര് കംപ്ലീറ്റ് സൊല്യൂഷൻ അവരുടെ കയ്യിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുമ്പോൾ അവർക്ക് ഫേർണിച്ചർ മോഡുലാർ ഫേർണിച്ചേഴ്സ് ആണ്. അവര് സോഫ ഉണ്ട്, മാട്രസ് ഉണ്ട്, അത് കംപ്ലീറ്റ് സൊല്യൂഷൻ. ഒരു വീടിന് ആവശ്യമുള്ള എല്ലാ പ്രോഡക്റ്റും സിംഗിൾ എന്താ പറയാ അണ്ടർ സിംഗിൾ റൂഫ് നമ്മൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു സ്യൂട്ടബിൾ ആയുള്ള സ്ഥലത്ത് ഇതെല്ലാം പ്ലേസ് ചെയ്തു. നമുക്ക് ആദ്യം അത് കണ്ടിട്ട് സംസാരിച്ചാലോ? അതല്ലേ നല്ലത്. മെയിൻ ഡോർ തേക്ക് വുഡിലാണ് ചെയ്തത്. പക്ഷെ 2 പീസ് മദർ ആൻഡ് ചൈൽഡ് എന്നൊക്കെ പറയുന്ന പോലെ അതേ ഒരു പാറ്റേൺ തന്നെയാണ് കീപ്പ് ചെയ്തത് അല്ലെ? ഇത് നേരെ തുറന്നു കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഒരു വാള് കാണുകയാണല്ലോ. എന്താണ് ആക്ച്വലി ഇതിന്റെ ഒരു ഐഡിയ? ആക്ച്വലി ഇത് നമ്മൾക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് എന്ന് പറയും. ഒരു വീട്ടിലെ ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ ഫാമിലി ഉണ്ടാവും എൻട്രി വരുന്നത്, അതല്ല ഫോർമൽ ഗസ്റ്റുകൾ ഉണ്ടാവും. ഫോർമൽ ഗസ്റ്റുകൾക്കാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് പോവാം. ഇത് നമുക്കൊരു പ്രൈവസി, അതായത് നമ്മളുടെ പ്രൈവറ്റ് ഏരിയ ആയിട്ട് വീടിന്റെ ഒരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്ന വാളാണ്. ഇതിൽ തന്നെ നമുക്ക് ഫാമിലിക്ക് ഒരു ഫാമിലി എൻട്രി എന്നുള്ള രീതിയിലുള്ള ഒരു പോർഷൻ ഡയറക്റ്റ് ഡൈനിങ്ങിലേക്ക് പോകുന്നുണ്ട്. ഫോർമൽ ഗസ്റ്റുകൾ ഇവിടെ ഉണ്ടെങ്കിൽ വീട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യാം, സ്ത്രീകൾക്കൊക്കെ ഡയറക്റ്റ് ഇതിലെ കയറാതെ അവരെ മുന്നിലൂടെ പോവാതെ ഇതിലേ പോവാം. അതെ അതെ അതെ, അതിന്റെ സെപ്പറേഷൻ ആണ്. അപ്പൊ അതിനൊക്കെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക, ഈ കാണുന്ന മെറ്റീരിയൽ എന്താണ്? ടെക്സ്ചർ പെയിന്റ് ആണ്, ജോട്ടിന്റെ ടെക്സ്ചർ പെയിന്റ് ആണ്. അതൊക്കെ നോർമൽ, അതായത് നമുക്ക് അധികം എക്സ്പെൻസീവ് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. മോൾഡിംഗ് എല്ലാം PVC മോൾഡിങ്ങിന്റെ മുകളിൽ പെയിന്റ് ടെക്സ്ചർ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റിംഗ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കോമ്പിനേഷനിൽ ഏറ്റവും ആപ്റ്റ് ആകുന്ന ഒരു സോഫ അവിടെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. സ്യൂട്ടബിൾ ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടല്ലേ? അഫോൺ തന്നെയാണോ സോഫ? അതെ അതെ അതെ. ഇവിടുത്തെ എല്ലാ കംപ്ലീറ്റ് ഫേർണിച്ചേഴ്സ്, ഈ ഡിസൈൻസ് കംപ്ലീറ്റ് നമ്മളുടെ അഫോണ്ടാണ്. ഇത് അഫോണിന്റെ സോഫ സെഗ്മെന്റ് എന്നുള്ളതാണ്. പ്രീമിയം സോഫ സെഗ്മെന്റിൽ വരും. അപ്പം ഇത് കസ്റ്റമൈസ്ഡ് ആണ്. നമ്മൾക്കൊരു 1000+ കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡിസൈൻസ് ഏകദേശം ഒരു 100+ ഡിസൈൻസ് അവൈലബിൾ ആണ്. ഈവൻ ദോ നമ്മളുടെ ഈ
സ്റ്റുഡിയോസ് പോലും ഞങ്ങളുടെ ഡെക്കോർ ഐറ്റംസ് ഫേം ഉണ്ട്, അഫോൺ ഉണ്ട്, ഡയറക്റ്റ് ഫേം ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു സിംഗിൾ പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ഇതിൽ പോസിബിൾ ആണ് ഇവരുമായിട്ട്. ഓക്കെ, അപ്പൊ ഒരു വീടിന്റെ ഇന്റീരിയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ A to Z കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഈ ഒരു വീടിന്റെ ഡിസൈനിൽ എനിക്ക് 1-2 കാര്യങ്ങൾ ആർക്കിടെക്ട് കൂടെ ഉള്ളത് നമുക്ക് ചോദിക്കണം. കാരണം ഇവിടെ ഹൈറ്റിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു വേവിന്റെ പോലെ ഒരു സ്പെഷ്യൽ ഡിസൈൻ അവിടെ കാണുന്നുണ്ട്. അതെ. അത് സാധാരണ പണ്ടൊക്കെ വീടുകൾ ഉണ്ടാവുമായിരുന്നു. നമ്മളുടെ അതിനൊരു പേര് എനിക്ക് അത്ര ഫെമിലിയർ അല്ല, ഒരു കൊട്ടാരത്തിൽ കാണുന്ന രീതിയിലുള്ള. അതെ താഴേക്ക്, അതായത് പണ്ടൊക്കെ ദർബാർ കൂടുമ്പോ മുകളിൽ രാജ്ഞിയൊക്കെ മുകളിൽ നോക്കും. അതേപോലെ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോ ഈ ലിവിംഗിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ. പിന്നെ ഇപ്പോഴത്തെ വീടുകൾക്കൊക്കെ നമ്മൾ മുകളിൽ വേറൊരു ലോകമാണ്. വീടിന്റെ മുകളിൽ സൗണ്ട് കേട്ടാലൊക്കെ പേടിയാവും. ഇതിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ചൂട് കുറയും. അതെ. അത് മാത്രമല്ല കൂടുതൽ വെന്റിലേഷൻ ഇങ്ങനെ വലിയ വിൻഡോകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ചെയ്തിരിക്കുന്ന എല്ലാം പാനലിങ് നിങ്ങൾ ഒരുപാട് PVC ചെയ്തു അല്ലെ? അതെ, PVC ഉണ്ട്. അത് ചാർക്കോൾ പാനലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലൂട്ടഡ് ഈ ഒരു PVC മോൾഡിംഗ് ആണ്. അതെ, അത് വുഡിലും അവൈലബിൾ ആണ്. നമ്മൾ PVC ആണ് ചെയ്തത്. PVC കുറച്ചുകൂടി ഡ്യൂറബിൾ ആണ്. മാത്രമല്ല ഫിനിഷിംഗ് വുഡിനേക്കാൾ ഫിനിഷ് ഉള്ള ഈസിയാണ്. അത് മെയിൻ്റെനൻസ് ഇല്ലാന്ന് തന്നെ പറയാം. ഓക്കെ, ഈ ഒരു ഭാഗത്തും അതേ ഒരു ഐഡിയ വരുന്നു. TV യൂണിറ്റ് വരുന്നു, ഒരു കോമ്പിനേഷനിൽ തന്നെ വന്നു. ഈ വാളാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡൈനിങ് ആൻഡ് ലിവിംഗ് സെപ്പറേഷൻ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ചെറിയ TV പാനൽ, TV ബോക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ TV ബോക്സും ഈ ഒരു സെന്റർ ടേബിളും നല്ല മാച്ചിങ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്തിട്ടതല്ല, കസ്റ്റമൈസ്ഡ് ആണ്. ഇത് നമുക്ക് കസ്റ്റമൈസ്ഡ് ഉണ്ട്. അവരുടെ അടുത്ത് റെഡി സ്റ്റോക്ക് സെപ്പറേറ്റ് മോഡൽസ് ഉണ്ട്. ഒരു 100+ മോഡൽസ് അവരെടുത്ത് കൊമേഴ്ഷ്യൽ ആയിട്ട് പോകുന്ന മോഡൽസ് ഉണ്ട്. അല്ലാതെ നമുക്ക് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡും കൂടിയാണ്. ഇത് കസ്റ്റമൈസ്ഡ് ആണ്. ഫ്ലോറിൽ ടൈൽ തന്നെയാണ്. അല്ല, ഇത് ഫ്ലോറിൽ നമ്മൾക്ക് വുഡൻ SPC എന്ന് പറയും, സ്റ്റോൺ പോളിമർ കോമ്പൗണ്ട്. അതാണ് ക്ലിക്ക് ആൻഡ് ലോക്ക് ടൈലാണ്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ വലിയ ഹാളിലേക്ക് ഇങ്ങനെ എൻട്രി ചെയ്യാണ്. ഇത് ഇത്രയും വലിയൊരു ഹാൾ ഈ ഒരു ചെറിയ വീടിന് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. 9 സെന്റിലുള്ള ഒരു വീടാ അല്ലെ? അതിൽ ഇത്രയും ഓപ്പൺ സ്പേസ്, വലിയ സ്റ്റെയർ ഏരിയ, സ്റ്റെയർ 1.5 മീറ്ററോളം വിടുത്തിൽ കൊടുത്തു അല്ലെ? എങ്ങനെ സാധിച്ചു ഇത്രയും വലിയൊരു? നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ എല്ലാ ഈ ബേസിക് ലേഔട്ട് തയ്യാറാക്കുമ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് സെൻട്രൽ ഹാൾ. ഇത് വീടിന്റെ സെൻട്രൽ പോയിന്റ് ആണ്. ഈ സെൻട്രൽ പോയിന്റിൽ എല്ലാ എക്സ്റ്റീരിയറിലേക്കും നമ്മൾ ഓപ്പണിംഗ് കിട്ടും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിപ്പം കിച്ചന്റെ സൈഡിലുള്ള ഓപ്പണിംഗ് ആണ്. ഇത് ഡൈനിങ്ങിന്റെ സൈഡിൽ നിന്ന് നാച്ചുറൽ വെന്റിലേഷൻ ഉണ്ട്, ലിവിംഗിന്റെ സൈഡിൽ നിന്നുണ്ട്. ഇതൊരു ചെറിയ കോട്ടയാട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ സൈഡിൽ നിന്നുണ്ട്. ആ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക്, ആ ഒരു ഗ്രാൻഡ് ഫീലിംഗ് ഇതിന്റെ അകത്ത് ഫീൽ ചെയ്യുന്നത്. കാരണം നൈറ്റിൽ മാത്രമേ ഇവിടെ ലൈറ്റ് ഇടേണ്ട ആവശ്യം വരുന്നുള്ളൂ. മാക്സിമം വെന്റിലേഷനും വെളിച്ചവും ഉണ്ട്. കാറ്റും വെളിച്ചവും കിടക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും ചെറിയ വീട്ടിൽ ഇത് സാധ്യമാണെന്ന് വെച്ചാൽ സാധ്യമാണ്. 50 സെന്റിൽ നമുക്ക് ഇത്രയും 2600 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ ഇത് എല്ലാം സ്പേഷ്യസ് ആയിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്. മിനിമം പാനൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. വുഡൻ പാനൽസ് ഒക്കെ വല്ലാതില്ല, വളരെ കുറഞ്ഞ ഡീറ്റെയിലിംഗ് മാത്രം വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചെറിയ ബോർഡർ കാര്യങ്ങളെല്ലാം മേലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വുഡൻ ടച്ച് ഇല്ല. എല്ലാം വുഡൻ ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ മിനിമൽ ഡിസൈൻ. പക്ഷെ എല്ലാവരും അട്രാക്ഷൻ വരുന്നത്, അല്ല എല്ലാവരും ഒരു വ്യൂ വരുന്നത് ഈ ഒരു കൗണ്ടറിലേക്ക് ആവും തോന്നുന്നു. നമുക്ക് ഇതിനെ കുറിച്ച് ആദ്യം പറയാം. എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഇത് പ്ലൈവുഡിന്റെ മുകളിൽ നമ്മൾ കൊറിയൻ ടോപ്പാണ് ചെയ്തിരിക്കുന്നത്. കൊറിയൻ ടോപ്പിന്റെ ഒരു ഡീമെറിറ്റ് എന്താ വെച്ചാൽ അതിൽ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും, പോളിഷ് ചെയ്യാം. പക്ഷെ ഇത്തരം ഡിസൈൻ ഓപ്റ്റ് ചെയ്തതിലൂടെ നിങ്ങൾക്ക് ആ ഒരു മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ട് ഇത് ഫീൽ ചെയ്യും. അല്ലാതെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വിസിബിൾ ആവില്ല. പിന്നെ കുറെയൊക്കെ സ്ക്രാച്ച് റെസിസ്റ്റൻസ് ആണ്, എന്നാൽ കൂടെ നമുക്ക് 100% പറയാൻ പറ്റില്ല. പക്ഷെ വളരെ സ്മൂത്ത് ആണ്. ജോയിന്റുകളൊക്കെ നമുക്ക് ജോയിന്റ് ഫ്രീ ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കൊറിയൻ ടോപ്പ്. ഇതിപ്പോ ഒരു ഗോൾഡൻ ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ ഒരു എർത്തൻ ഫിനിഷാണ് നമ്മൾ ഈ വാളിനൊക്കെ കൊടുത്തിരിക്കുന്നത്. വാളും നിങ്ങൾ വിൻഡോസിന്റെ ഒക്കെ ഗ്രില്ല് കണ്ടാൽ അറിയാം, നമുക്ക് കാണിക്കാം. ആ ഒരു ഈ ഒരു പാറ്റേൺസിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് ഈ ഗോൾഡൻ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഡൈനിങ്ങിന്റെ പാർട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഈ വീട്ടിലെ മൊത്തം കളർ സ്കീം ഒരു നാച്ചുറൽ എർത്തൻ കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈവൻ ദോ ഫ്ലോർ ആണെങ്കിൽ കൂടെ വാള്, സീലിംഗ് ഒക്കെ ആ ഒരു ടോണിലേക്ക് വരുന്ന വുഡ്, ഗോൾഡ്, പിന്നെ ഈ കളേഴ്സ്. പിന്നെ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അതിന്റെ കിച്ചൺസ് ആണ്, അത് ഫേർണിച്ചേഴ്സ് ആണ്. അതിന് നമ്മൾക്ക് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉണ്ട്, അക്രൈലിക് കൊടുത്തിട്ടുണ്ട്. അക്രൈലിക് ഫിനിഷ് ആണ് വരുന്നത്. ഈ ടോപ്പ് എന്താണ് ഉപയോഗിച്ചത്? ടോപ്പ് നമ്മുടെ കൗണ്ടർ ടോപ്പ് ടൈൽസ് ആണ്. ഇത് സ്റ്റെയിൻ റെസിസ്റ്റന്റ് ടൈലാണ്. ഇത് കജാരയുടെ ഈ സ്ലാബ്
ടൈല്, അത് കൗണ്ടർ ടോപ്സ് ടൈല് തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു മോഡുലാർ കിച്ചൺ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പല സംശയങ്ങളാണ്. അതായത് മോഡുലാർ കിച്ചൺ എന്താണ്, അത് ഫാക്ടറി മെയ്ഡ് ആണോ അതോ മാനുവലി മെയ്ഡ് ആണോ, ശരിക്കും എങ്ങനെയാണ് ഒരു ക്ലയന്റ് മോഡുലാർ കിച്ചനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം? അതെ, മോഡുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺ സൈറ്റ് വർക്കുകളൊന്നും ഉണ്ടാവില്ല, ഇത് അസംബിൾഡ് ആയിരിക്കും. അതായത് ഇതിന്റെ ഓരോ ബോക്സ് ആയിട്ടാണ് ഡിസൈൻ വരിക. മോഡുലാറിൽ ഈ ഓരോന്നും ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ഒരു ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം സ്ക്രൂ ഇട്ട് അയച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. മോഡുലാർ എന്ന് പറയുമ്പോൾ ഈ അസംബിൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അല്ലാതെ നമ്മളിപ്പോ ട്രഡീഷണൽ എന്താ ചെയ്യുക, ആശാരിമാര് ആണി അടിച്ചിട്ട് ഗമ്മിട്ട് ഒട്ടിക്കുക ചെയ്യുക, അത് പറിച്ച് പൊട്ടിച്ച് ഒഴിവാക്കുക, അല്ലാതെ അത് റീയൂസ് ചെയ്യാനോ എടുത്ത് മാറ്റി ഉപയോഗിക്കാനൊന്നും പറ്റില്ല. മോഡുലാർ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാം, റിമൂവ് ചെയ്യാം, ഒരു ഭാഗം മാത്രം മാറ്റിയിട്ട് സെപ്പറേറ്റ് കളർ ആഡ് ചെയ്യാം, എന്തും ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന ആക്സസറിക്ക് വളരെയധികം നമ്മൾ ഹെറ്റിച്ച് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹെറ്റിച്ച് പ്രീമിയം ആണ്, ഹെറ്റിച്ചിന്റെ സോഫ്റ്റ് ക്ലോസേഴ്സ് ആണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, മിക്ക വീടുകളിലും ഇതുപോലെ മോഡുലാർ കിച്ചൺ ഉണ്ടെങ്കിലും ഒരു അഡീഷണൽ കിച്ചൺ കാണും. എന്താ വെച്ചാൽ വർക്കിംഗ് കിച്ചൺ എന്ന് പറയുന്നത് അതാണ് ഇവിടെയുള്ളത്. പക്ഷെ അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതെ, ഇതിൽ നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഒരു ഡിസൈൻ തന്നെ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഫ്ലൂട്ടഡ് അക്രൈലിക് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ അടിയിൽ യൂസ് ചെയ്തല്ലേ. നമുക്ക് ഈ കിച്ചണിലേക്ക് ഒന്ന് കയറാം. ഇതൊരു വർക്കിംഗ് കിച്ചൺ ആണെങ്കിൽ കൂടി ഇതൊരു നല്ല രീതിയിൽ തന്നെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫയർ കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ എന്നുള്ള രീതിയിലാണ്. ഇതാണ് അവർ പ്രോപ്പർലി യൂസ് ചെയ്യുന്ന കിച്ചൺ. ഇതിൽ ഒരു ചെറിയ ബെഞ്ച് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമാണ്. അതെ, കുക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ കൗണ്ടറിന്റെ മുകളിലായിരിക്കും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. അതെ, പാർട്ട്ണർ കുക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും അടുത്ത ആൾ ഇതിന്റെ മുകളിലേക്ക് ഉണ്ടാവുക. ഇതിൽ ഇരിക്കാൻ പറ്റും. ഇത് മാക്സിമം അവർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാ ആക്സസറീസും കുറച്ച് ഇവിടെയും ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്. അതേപോലെ ഇതെല്ലാം ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയിലാണ് കൂടുതൽ ഇതുപോലെ ഉപയോഗിക്കേണ്ടത് എന്നാണ് എന്റെ ഒരു ഫലമായ അഭിപ്രായം. നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടി ഇത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ട്. ഈ ഒരു വലിയ ഹാളിന്റെ ഒരു പാർട്ട് തന്നെയാണ് ഈ സ്റ്റെയറിന് അടിയിലൂടെ പോകുമ്പോൾ നല്ലൊരു ടെറാക്കോട്ട ഫീൽഡ് കാണുന്ന അല്ലെ, ഒരു സ്പെഷ്യൽ ഏരിയ. ഇതൊരു സ്പെഷ്യൽ ഏരിയ ആയി മാറിയില്ല ഇവിടെ. ചെറിയൊരു ഏരിയ ആണെങ്കിൽ കൂടി ഇതാ വെന്റിലേഷൻ ഉണ്ട്. അതുപോലെ ഒരു ഫ്രീ ബ്രീത്തബിൾ ഏരിയ ആണ് ആക്ച്വലി. അതെ, ഇത് ബ്രീത്തബിൾ ഏരിയ ആണ്. നോസ് തന്നെ പറയാം ഈ വീടിന്റെ. കാരണം ഈ വാഷ് ബേസിൻ എപ്പോഴും വീടിന്റെ അകത്താവുമ്പോൾ വാഷ് ബേസിൽ നിന്ന് എങ്ങനെ പോയാലും ഇതിൽ ചെറിയ സ്മെല്ല് പുറത്തേക്ക് വരും. അപ്പം ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ആകുമ്പോൾ ഇത് വേഗം ഡ്രൈ ആവും. വെറ്റ ഏരിയ ഒക്കെ പെട്ടെന്ന് ഡ്രൈ ആവും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ഇപ്പൊ തന്നെ കാണുന്നില്ലേ, ഒരു നീറ്റ്നെസ് എപ്പോഴും ഇതിന് ഈ ഒരു സെമി ഓപ്പൺ ഏരിയയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവും. അതിന് സാധ്യമാണ് ഈ ഒരു ഓക്കെ. ഇത് മേലെ വരെ ഇതിനകത്ത് വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വലിയ ഹാളിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു മൂഡ് ലൈറ്റ് കിട്ടുന്ന ഫീലാണ്. കാരണം വാൾ ക്രീം കളർ, അതേപോലെ ഡിസൈനുകൾ ഗ്രേ ടച്ചുള്ള ഡിസൈൻ, വാൾ മോൾഡിങ് അല്ലെ, അതുപോലെ ഈ ഒരു ഏരിയയിൽ ഡൈനിങ് സ്പേസ്, ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ഒരാൾ ഇന്നത്തെ കാലത്ത് ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു അടിപൊളി കോർട്ട്യാർഡ് വേണം, അല്ലെങ്കിൽ ഒരു പാഷ്യോ ഏരിയ വേണം എന്നൊക്കെയാണ്. അതും കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചോ നിങ്ങൾ? ഉണ്ട്. അതായത് നമ്മൾ കാണിക്കാൻ പോകുന്നതാണ്. ഇവിടെ ഹൈഡ് ആണോ? ഇത് പോയിന്റ് ഓഫ് അട്രാക്ഷൻ ഈ സെന്റർ ഹാളാണ്. ഡൈനിങ്ങിലാണ് ഈ കാര്യങ്ങൾ ഒത്തിരിക്കുന്നത്. ഡൈനിങ്ങിന്റെ സിംഗിൾ സൈഡ് നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു പാഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഈ വിൻഡോസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഫെനസ്റ്റയുടെ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെ, മെറ്റീരിയൽ ആണ് ഇപ്പൊ ഉള്ളതിൽ. പുറത്തേക്ക് നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ. അതെ, നല്ലൊരു ഊഞ്ഞാലൊക്കെ കൊടുത്തല്ലോ ഇവിടെ. അതെ. ഇത് ഇവരെ ഏറ്റവും പിന്നെ എന്താ പറയാ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടുകളിൽ ഒന്നാണ്. ക്ലയന്റിനും എനിക്കും ഡിസൈൻ ചെയ്യുന്ന സമയത്തെ നൈറ്റ് ഒക്കെ അവര് ഇവിടെ ഹാങ് ഔട്ട് ചെയ്യാറുണ്ട്. എന്റെ വീഡിയോസ് അവർ പോസ്റ്റ് ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട്. ഓക്കെ, ഈ ഒരു ഏരിയയില് ഗ്ലാസ് ടോപ്പിൽ കൊടുത്തു, പലരും ഇത് ഓപ്പൺ ആയിട്ട് കൊടുക്കാറുണ്ട്. അതെ, ഇത് പെർഫോമൻസ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് അങ്ങനെ വലിയ ചൂട് ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾ ഇരിക്കുമ്പോൾ അറിയില്ല, ഒരു 70% ചൂട് ഇത് കട്ട് ചെയ്യും. T125 എന്ന് പറഞ്ഞിട്ടുള്ള സെയിൻഗോബൈന്റെ ഒരു പെർഫോമൻസ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മഴ കൊള്ളില്ല, എന്നാലോ നമുക്ക് ഈ എൻഡില് ഈ പ്ലാന്റർ ബോക്സിലേക്ക് മഴ നനയും. അവിടെ വരെ ഉള്ളൂ. ചെറിയ മഴച്ചാറിലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ വീട്ടിലെ വൈബ് പ്ലേസ് ആണ് കണ്ടിരിക്കുന്നത്. ഇന്റീരിയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒക്കെ 3D ഡിസൈൻസ് ആദ്യം ക്ലയന്റിന് കൊടുക്കണമല്ലോ. അതൊക്കെ കൊടുത്തിട്ടായിരിക്കുമല്ലോ
അപ്പൊ ക്ലയന്റിന് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കാം. അതിൽ ഈ ചെറിയ ആക്സസറീസ് ഒക്കെ പൊതുവെ അങ്ങനെ നോട്ട് ചെയ്യൂല, ഏതെങ്കിലും ഒക്കെ കൊടുക്കുക നോട്ട് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ് ഡിസൈനിന്റെ കൂടെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ആക്സസറീസ് ഒക്കെ ഡെക്കോർ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു സെഗ്മെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ അവൈലബിൾ ഉള്ള ഈ ഡെക്കോർ ഐറ്റംസ് ആണ് നമ്മൾ ഇന്റീരിയറിൽ പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ ഇതിൽ ഇന്റീരിയറിൽ കൊടുക്കുന്നത് അത് നമുക്ക് അവരെ സപ്ലൈ ചെയ്യാനും പറ്റും. അപ്പൊ സപ്ലൈ ചെയിൻ നമുക്ക് സ്ട്രോങ് ആണ്. കാരണം നമുക്ക് ഇതിൽ കാണുന്ന കംപ്ലീറ്റ് ഫർണിച്ചർ ആണെങ്കിലും ഈ ഡെക്കോർ ഐറ്റംസ് ആണെങ്കിലും ഒക്കെ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ള ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റാവുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. യെസ്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു സിമ്പിൾ സ്കീം, നല്ലൊരു മൂഡ് സ്കീം എന്ന് പറയാം അല്ലെ. ഒരു ഗ്രേ ടച്ച് ആണ് ഫീൽ വന്നിരിക്കുന്നത്. പാനലുകൾ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ബോർഡ്, ഇതൊരു ബെഡ് കോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ വാങ്ങിയതാണോ? അല്ല, ഇതും കസ്റ്റമൈസ്ഡ് ആണ്. ബെഡ് പിന്നെ ഈ കോട്ട് ബോക്സ് ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആണ്. ഓക്കെ. പിന്നെ ഓവറോൾ ഇതിന്റെ ഇന്റീരിയർ ഡിസൈനിൽ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ലൈറ്റിംഗ്, ഫ്ലോറിംഗ്, ഈ വാൾ ഫിനിഷ്, ഫർണിച്ചർ ഇതൊക്കെ കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളായിരുന്നു നമ്മുടെ ഒരു ഇന്റീരിയറിന്റെ ഫീലിംഗ് എന്ന് പറയാം. ഇതിൽ തന്നെ കംപ്ലീറ്റ് ലൈറ്റ് ഓൺ ആണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഏരിയകളിലെ ലൈറ്റ് നമ്മൾക്ക് പ്രത്യേകിച്ച് പറയും, ബെഡിലൊക്കെ കിടക്കുമ്പോൾ നമ്മളെ സ്പൗസ് വന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കണ്ണിലേക്ക് അടിക്കും. അപ്പൊ ഇതിൽ കണ്ണിലേക്ക് ഈ ബെഡിന്റെ പോർഷനിൽ മാത്രം തീരെ ലൈറ്റ് കണ്ണിലേക്ക് ഉണ്ടാവില്ല. ഒരു ബ്ലാങ്ക് സ്പോട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കാണാം. ഇത് പർപ്പസ്ഫുള്ളി ചെയ്തതാണ്. കാരണം അതേപോലെ തന്നെ ഈ ഇന്റീരിയറിന്റെ ഫിനിഷും കാര്യങ്ങളൊക്കെ ആഷ് വുഡിന്റെ ലാമിനേറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. 280 സ്ക്വയർ ഫീറ്റിന്റെ അടുത്താണ് അത്രയും വലിയൊരു റൂം തന്നെയാണ്. സ്പേസ് ഇല്ലാത്ത നമ്മളൊരു ചെറിയ സ്പേസിലുള്ള വീടാണെങ്കിൽ കൂടി മാത്രമല്ല നമ്മൾക്ക് ക്രോസ് വെന്റിലേഷൻ ഉണ്ട്. ക്രോസ് വെന്റിലേഷൻ സാധാരണ പ്ലാനുകളിൽ അങ്ങനെ ഉണ്ടാവാറില്ല, അഡ്ജസ്റ്റന്റ് വാളിലാണ് ഉണ്ടാവാറ്. ഇതിപ്പോ ക്രോസ് വെന്റിലേഷൻ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയാ വെന്റിലേഷൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. പണ്ടൊക്കെ 4 കെട്ടിലുണ്ടായിരുന്നു, ഇപ്പോഴത്തെ വീടുകളിൽ അങ്ങനെ കാണാറില്ല. പക്ഷെ ഇപ്പോ ആർക്കിടെക്ട്മാർ അത് ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും വീട്ടുകാർ അത് അടച്ചിട്ടിരിക്കുകയാണ് കാണാറുള്ളത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പക്ഷെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് അത് യൂസ് ചെയ്യാം. കിഡ്സ് റൂമിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. പക്ഷെ ശ്രദ്ധിക്കുക, ഈ കാണുന്ന വാർഡ്രോബ് ആട്ടോ നല്ല പിങ്ക് ആൻഡ് വൈറ്റ് തീമിലാട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ലാമിനേറ്റ്സ് കണ്ടില്ലേ, ഇതിൽ നല്ല അടിപൊളി ഡിസൈൻ, ഗ്രൂ ഡിസൈൻ കൊണ്ടിരിക്കുന്ന എപ്പോക്സിയിലാട്ടോ. അതുപോലെ ഈ കാണുന്ന പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ഈ ഒരു റൂമിന് അട്രാക്റ്റീവുമാക്കി. ഇതൊക്കെ മെറ്റീരിയൽ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ഇത് പ്ലൈ വിത്ത് ലാമിനേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതെ, പ്ലൈ നമ്മൾ യൂസ് ചെയ്യുന്നത് 710 BWP ബോയിലിംഗ് വാട്ടർ പ്രൂഫ് പ്ലൈയിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആണ് യൂസ് ചെയ്യുക. 25 years വാറണ്ടി ഉണ്ടാവും. അതിന്റെ മുകളിൽ ലാമിനേറ്റ് ആണ് ഈ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കിഡ്സ് റൂം ആയിട്ട് ഡിസൈൻ ചെയ്തു ആയതുകൊണ്ട് തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ക്ലയന്റിന് 2 പെൺകുട്ടികളാണ്, രണ്ടാളും പഠിക്കുന്നതാണ്. അപ്പോൾ അവരുടെ റൂമാണ്. ഒരു സിമ്പിൾ ഡിസൈൻ ആണ്, എന്നാൽ ഒരു ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു ബെഡ്റൂം. വീടിനകത്ത് ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ഒരുപാട് ഫ്രീ സ്പേസുകൾ ഉണ്ടാവും അല്ലെ. അതിലൊരു സ്പേസ് ആണിത്. നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ ഒരു സോഫ ഇവിടെ പ്ലേസ് ചെയ്തു അല്ലെ. അതെ, ഒരു ഫാമിലി സിറ്റിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിന്റെ അകത്ത് ഒരു സോഫ പ്ലേസ് ചെയ്തു. ഡൈനിങ്ങിലേക്ക് ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ ഡൈനിങ്ങിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം, ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാവും ഇവിടുന്ന്. ലാൻഡിങ്ങിന്റെ താഴത്ത് ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, കണ്ണിൽ കുത്താതിരിക്കാൻ. അതെ, മറ്റേത് വെളിച്ചം വേണമല്ലോ. അതെ, ആവശ്യത്തിന് വെളിച്ചം ഉണ്ടാവും. ഈ പറയുന്ന നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല കണ്ണിന്. ഓക്കെ, ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ഈ വലിയ ഹാളാണ്. അതിലുള്ള ഈ ഒരു സ്റ്റെയർ തന്നെയാണെന്ന് പറയണം. ഇത്രയും വലിയ സ്റ്റെയർ ചെയ്യുമ്പോൾ, അതായത് 1.5 മീറ്റർ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് തേക്ക് വുഡിലാണ്. കാണുമ്പോൾ ആൾക്കാർക്ക് ഇതെല്ലാം വുഡിലാണ്, പക്ഷെ വുഡിന് ഇത്രക്ക് നമുക്ക് വുഡിന് എന്തെങ്കിലും സപ്പോർട്ട് വേണം. അതെ, ഇതിൽ MS സ്റ്റീൽ പ്ലേറ്റിലാണ് ഇതിന്റെ സ്ട്രക്ചർ നിൽക്കുന്നത്. സ്റ്റീൽ പ്ലേറ്റിൽ ചെയ്തിട്ട് അതിന്റെ മുകളിൽ വുഡ് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ വുഡൻ സ്കീം മൊത്തമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കളർ സ്കീം വന്നതെങ്കിലും മേലേക്ക് വരുമ്പോൾ കുറെ ലാമിനേറ്റ്സ് അല്ലെങ്കിൽ വെനീർ ആണ് വരുന്നത്. ടീക്ക് വുഡിന്റെ വെനീർ ആണ് ഇത്. ടീക്ക് വുഡ് ഹാർഡ് വുഡ് ആണ്. സെയിം കളർ ഒരു ഡിസൈനിലുള്ള ഇതൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പ്ലൈവുഡ് പ്ലസ് വെനീർ ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ഫർണിച്ചർ ഒക്കെ നമുക്ക് കറക്റ്റ് പ്രൊപ്പോർഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലുള്ള ഏരിയകളിൽ ഇതൊക്കെ എക്സ്ട്രാ വരുന്നതാണ്. അപ്പൊ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അഡീഷണൽ ആഡ് ചെയ്യേണ്ടി വരും. അതെല്ലാം നിങ്ങൾ തന്നെ ഒരു ടീമായിട്ട് ചെയ്യും. ഇതൊരു വലിയ സ്റ്റെയർ ആണ്. സ്റ്റീലിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാർഡ് വുഡിൽ ചെയ്തു, അതുപോലെ ഗ്ലാസ് വർക്ക് ചെയ്തു. ഇനി മേലേക്ക് പോയാലോ? ഗ്രൗണ്ട് ഫ്ലോർ ഹാളിൽ നിന്ന് മേലേക്ക് വരുമ്പോൾ സാധാരണ ലാൻഡിങ് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. പക്ഷെ ഇവിടെ സ്പെഷ്യൽ പ്ലേസ് ആണ്. അതെ, ഇതില് നമ്മുടെ സെൻട്രൽ ഹാളിലേക്ക് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെയിൻ ഫിക്സഡ് ഗ്ലാസ് വിൻഡോ ആണ് ഇതില് ലാൻഡിങ്ങിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെയർ റൂം കംപ്ലീറ്റ്ലി ലൈറ്റപ്പ് ആയി. അതെ, കംപ്ലീറ്റ് ഇന്റീരിയറിനെ ബാധിക്കുകയും ചെയ്തു. ഇതിൽ ഇന്റീരിയർ കംപ്ലീറ്റ്ലി ലൈറ്റപ്പ് ആവാൻ ഈ ഒരു വിൻഡോസ് കൊണ്ട് മതി. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് എക്സ്ട്രാ കൊടുത്തു. അതുപോലെ ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആക്സസറി. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാം.
ഓക്കെ. നമ്മള് ഫസ്റ്റ് ഫ്ലോറിലെ റൂമിലായിട്ടുള്ളത്. ഇതിപ്പോ ആക്റ്റീവ് ആയിട്ടില്ല ഇന്റീരിയറിൽ അല്ലേ, പക്ഷെ ഈ ഒരു സിറ്റിംഗ് ഇവിടെ ഒരു കാഴ്ച തന്നെയാണ് അല്ലേ, താഴേക്ക് കാണാം. ആ ഡൈനിങ്ങിലേക്കുള്ള നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെ, പല വീടുകളിലും അത് ഇല്ലാത്തതുകൊണ്ട് തന്നെ മുകൾ വശത്ത് എല്ലാവരും പറയും കുട്ടികൾ മാത്രമേ ഉണ്ടാവും. അപ്പം കുട്ടികൾ മുകളിൽ കയറി പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ മാത്രം താഴത്ത് പേടിയാവും അവർക്ക്. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ ഒരു ഹീറ്റ് എക്സോസ്റ്റ് കൂടാതെ സാധ്യമാണ്. അതെ, സാധ്യമാണ്. ലൈറ്റ് എല്ലാം അട്രാക്റ്റീവ് അതെ 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 ഒരു ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലൈറ്റ്. ഈ ഒരു വീട്ടിലെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം ആട്ടാ കാണുന്നത് അല്ലേ. എന്താണ് ബ്യൂട്ടി, എന്താണ് സിമ്പിൾ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു ബെഡ് കോട്ടും അതുപോലെ ഈ ഒരു ഏരിയ വാളും മാത്രം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. മേലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഏരിയ. സാധാരണ രീതിയിൽ സ്ലോപ്പ് റൂഫുകൾ ഇപ്പൊ കൂടുതലാണ് വീടുകളിൽ. അങ്ങനെയുള്ള റൂമുകൾ എങ്ങനെ ഇന്റീരിയർ ചെയ്യുമെന്ന് ആൾക്കാർക്ക് സംശയം. അത് സോൾവ് ചെയ്യുന്ന ഒരു റൂമാണ് ഈ കാണുന്നത്. അതെ അതെ, ഇതിൽ നമ്മൾ മാക്സിമം ആ റൂമി ഫീല് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും റൂഫ് സീലിംഗിൽ ഈ സ്ലോപ്പ് പ്രൂഫ് ചെയ്തതിന് ശേഷം ആളുകൾ ഫ്ലാറ്റിൽ സീലിംഗ് ഫോൾ സീലിംഗ് ചെയ്തേക്കും. ഇതിൽ നമ്മൾ ആ വെളിച്ചം വരുന്ന രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ബാക്ക് പാനൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ഒരു ടെക്സ്ചർ പെയിന്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പിന്നെ കർട്ടൻ പെൽമെറ്റ് പോലുള്ള ഒരു ഡിസൈൻ ഇതേ കണ്ടിന്യൂസ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ പോകുന്നുണ്ട്. നമ്മൾ വാർഡ്രോബ് ഒരു സിംഗിൾ സൈഡ് കംപ്ലീറ്റ്ലി നമുക്ക് വാർഡ്രോബ് ഉണ്ട് സൈഡിൽ. അപ്പൊ ഇതിനകത്ത് എനിക്ക് ശ്രദ്ധിച്ച് പറയാനുള്ളത് നമ്മുടെ വ്യൂവേഴ്സിനോട് ഇവിടുത്തെ ഫർണിച്ചർ ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമുക്ക് ഡേഞ്ചർ അല്ല. അതെ അതെ, കോർണേഴ്സ് ഒക്കെ അതെ, ഷാർപ്പ് എഡ്ജ് എവിടെയില്ല. ഫർണിച്ചറിനൊന്നും ഷാർപ്പ് എഡ്ജ് ഉണ്ടാവില്ല. ഡേഞ്ചർ ഇല്ല. അത് നമ്മൾ ഈ ഫാക്ടറി മെയ്ഡിൽ ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റുകളിൽ ഒന്നാണത്. കാരണം നമ്മൾ 2mm എഡ്ജ് ബാൻഡ് വെച്ചിട്ടാണ്. ഇതിപ്പോ മാനുവലി ചെയ്യുമ്പോൾ ഈ ഫിനിഷിങ് കിട്ടിയെന്ന് വരില്ല. ഇതിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വൈറ്റിലൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനൊക്കെ എഡ്ജ് ബാൻഡ് ഒക്കെ അതെ 2mm മെഷീൻ പ്രസ്ഡ് ആണ്. അതെ അതെ. വാർഡ്രോബ് ഇത്ര ഹൈറ്റിൽ കൊടുക്കാനുള്ള ഇത് ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഇതിലിപ്പോ കംപ്ലീറ്റ് സീലിംഗ് ഹൈറ്റ് വരെ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇത് ആൾക്ക് ഒരു കൺസേൺ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസബിൾ ഏരിയ, അതായത് ഒരാൾക്ക് നിന്ന് കഴിഞ്ഞാൽ എത്തുന്ന അത്ര ഏരിയ മതി. ആൾ ഏകദേശം ഒരു 6 ഫൂട്ട് ഉണ്ട്, അതുകൊണ്ട് ഇത് ആൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതെ, ഒരു ഗ്ലാസ് ഡോറും കൊടുത്തു, ബാക്കിയൊക്കെ അക്രലിക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെ, ഈ ഒരു വലിയ വീടിന്റെ എന്ന് പറയാം, നമുക്കറിയാം ഇത് വെറും 9 സെന്റ് ആണ്. അതുപോലെ 2100 സ്ക്വയർ ഫീറ്റ് ആണ്. 4 ബെഡ്റൂം ആണ് അതിനകത്ത്. 2600 കേട്ടോ, 2600 ആ ഒരു റേഞ്ചിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഔട്ട്ഡോറിൽ നല്ലൊരു പൂൾ ഏരിയ അല്ല, എന്താ പറയാ, പോണ്ട് ഏരിയ. ഇവിടെയൊക്കെ നല്ല പ്ലാന്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ആംബിയൻസ് ഇത് മേലത്തെ ഹാളിൽ നിന്ന് കിട്ടും, അതുപോലെ ലിവിംഗിൽ നിന്ന് കിട്ടും, സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കാണുന്ന. അതെ, നമ്മൾ ഈ കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിന് ഒരു പ്രൈവസി എന്നുള്ള രീതിയിലാണ് സെക്കൻഡറി സിറ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ ഈ സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ. ഓക്കെ, ഇവിടെ കോബിൾ ആണ്. അതെ, കോബിൾ സ്റ്റോൺ വരുന്നുണ്ട്. ഇതിൽ നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. ഇത് നമ്മൾ പാർക്കിംഗ് ആയിട്ട് അഡീഷണൽ പാർക്കിംഗ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. അതെ, പിന്നെ ഇങ്ങോട്ടുള്ള കയറ്റം ഇത് ചെറിയ പ്ലോട്ട് ആണ്. ഇതിന്റെ ലെവലിംഗ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതെ, കോർണർ ആണ്. ഇത് കൂടാതെ 2 ലെവലിലാണ് എൻട്രി വരുന്നത്. അപ്പോൾ ആ എൻട്രി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ കോബിൾ സ്റ്റോൺ കൊടുത്തിട്ട് ആ ഒരു പാറ്റേൺ ആയിട്ട് ഇറക്കി കൊണ്ടുപോയത്, സർക്കിൾ ആയിട്ട് എടുത്തു അല്ലെ. ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ 2 റോഡുകൾ അതിന്റെ ഒരു കോണ് ഒരു സൈഡിൽ നിന്ന് എൻട്രി ആക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അല്ലെ, ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പം ഈ വീടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു വിശാലമായ സ്പേസ് കാണാം ഈ കോർണർ ആയതുകൊണ്ട് തന്നെ. മറ്റേത് ഇടുങ്ങിയ റോഡാവും, ഒരു സൈഡ് ആവും, ടൈറ്റ് ആയി വരും. പിന്നെ ഈ ഒരു വീടിന്റെ ഒരു എക്സ്റ്റീരിയറിനെ കുറിച്ച് എന്താ സിമ്പിൾ ആയിട്ട് എന്ത് പറയാൻ പറ്റും? ഇത് ഒരു കോർണർ ഹൗസ് എന്ന് പറയാൻ പറ്റുന്ന വീടാണ്. അതായത് ഇത് സൈഡ് റോഡ് നോക്കുമ്പോൾ ഇതിന് സെപ്പറേറ്റ് ഒരു വ്യൂ ആണ്, ഈ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ വേറൊന്നാണ്, കോർണറിൽ വേറൊരു ക്യാരക്ടറാണ് വീടിന്. അത് മാത്രമല്ല, നമ്മളൊരു ബേസിക് സ്ലാബിന്റെ മുകളിൽ ഇത് 3 സൈഡ് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെ, ഓക്കെ, മാക്സിമം പ്ലാൻസ് ഇൻക്ലൂഡ് ചെയ്ത് സൈഡ് കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ, സിമ്പിൾ വീട്. അടിപൊളിയാണ് വീട്. നമ്മള് ശരിക്കും പരിചയപ്പെടുത്തുന്നതിൽ ഈ ഒരു ഫാമിലി ഇന്റീരിയർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോറി, ഈ ഒരു വീട്ടിൽ ഇന്റീരിയറിൽ ഒരുപാട് സ്പെഷ്യൽ ഐഡിയാസ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫർണിച്ചർ ഐഡിയ ഇന്റീരിയർ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫുർഖ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ വർക്ക്? വർക്ക് അടിപൊളിയാണ്, എല്ലാം ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ വൃത്തിയായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ടൈമിംഗ് വരുന്ന പറയാൻ വെച്ചാലും അതും ടൈമിന് ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഏകദേശം എനിക്ക് തോന്നുന്നു 1 മാസം കൊണ്ടാണ് നമ്മളിത് ഫിനിഷ് ചെയ്തത്. പെട്ടെന്നുള്ള തീരുമാനിച്ചായിരുന്നു. അവനക്ക് ടൈമില്ലായിരുന്നു, 2 മാസത്തേക്ക് ആകെ വന്നു.
അതുകൊണ്ട് ഇല്ല ഒരു കുഴപ്പമില്ല. എല്ലാ വർക്കും ഡിസൈനൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെയുള്ള ഡിസൈൻ ആയിട്ടുണ്ട്. പിന്നെ 1-2 വർക്കുകൾ ബാക്കിയുണ്ട്. അത് നമുക്ക് അത് പിന്നെ അതിനെ കൂടെ ഫിനിഷ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് വർക്ക് എടുത്തത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതുപോലെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ? ഇഷ്യൂസ് വന്നിരുന്നു. 1-2 ഈ സ്റ്റിക്കറിന് പ്രശ്നം വന്നിരുന്നു. അത് സോൾവ് ചെയ്ത അന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഓക്കെയാണ്. എല്ലാ വർക്കുകളും നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. വളരെ ഉപകാരം എല്ലാം ചെയ്തു തന്നെ.